എല്ലാവർക്കും നമസ്കാരം. വേദാവിത്ത് ഹരിയിലേക്ക് സ്വാഗതം. നമ്മുടെ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാരുടെ ഈ ഒരാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങൾ എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക, കാല് ഉൾപ്പെടുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരാഴ്ച നക്ഷത്രക്കാരൻ പൊതുവെ ഗുണഫലമായിരിക്കും. ജീവിതത്തിൽ പുരോഗതിയും ധനപരമായിട്ടുള്ള അഭിവൃദ്ധിയൊക്കെ വരാനുള്ള യോഗം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരാഴ്ചക്കാലം പറയുന്നുണ്ട്. പ്രവർത്തന മേഖലയിൽ കുറച്ചുകൂടെ കാര്യമായിട്ട് ആലോചിച്ചതിന് ശേഷം പ്രവർത്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് പിന്നീട് ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പിന്നീട് വരുന്ന അപവാദങ്ങളിൽ നിന്നൊക്കെ മാറുന്നതിനും ഈ യോഗം ജാഗ്രത നമുക്ക് ഉപകരിക്കുന്നതാണ്. പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്നവർക്കും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണഫലം നൽകുന്ന ഒരാഴ്ചക്കാലം കൂടിയായിരിക്കും. അതുപോലെ തന്നെ രോഗദുരിത ക്ലേശങ്ങളൊക്കെ നീങ്ങി ആരോഗ്യ സൗഖ്യത്തോടുകൂടിയും മനസ്സൗഖ്യത്തോടും കൂടി കഴിയാനുള്ള യോഗം ഈ ഒരാഴ്ചക്കാലം നൽകുന്നുണ്ട്. കാർത്തിക മുക്കാലും രോഹിണിയും മകേരത്തരയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരാഴ്ചക്കാലം പൊതുവെ ഗുണദോഷ മിശ്രിതമായിരിക്കും. സംസാരങ്ങൾ കൊണ്ടുവരുന്ന ക്ലേശങ്ങൾ പലപ്പോഴും മനോക്ലേശങ്ങൾക്ക് കാരണമായി വരാം. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ട് പോലും അകൽച്ച ഉണ്ടാകേണ്ടതായ യോഗം ഈ ഒരാഴ്ചക്കാലം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് തുറന്നു പറയാൻ വേണ്ടി ഇവർ ശ്രദ്ധിക്കുക. കഴിയാവുന്നതും പിടിവാശി ഈ നക്ഷത്രക്കാർ ഒഴിവാക്കുന്നത് ബന്ധങ്ങളുടെ ഉലച്ചിലുകൾ വരാതിരിക്കാൻ വേണ്ടി ഉപകരിക്കുന്നതും ദാമ്പത്തിക ജീവിതത്തിൽ ക്ലേശങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഉപകരിക്കുന്നതുമായിരിക്കും. ഇവരെ സംബന്ധിച്ച് ഇവരുടെ ദോഷശാന്തിക്കായിട്ട് ഹനുമാൻ സ്വാമിയെ തൊഴുതു പ്രാർത്ഥിക്കുന്നതും ഗണപതി ഭഗവാന് കറുകമാല സമർപ്പിക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. മകയിരത്തര, തിരുവാതിര, പുണർദത്തി മുക്കാൽ ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ ഒരാഴ്ചക്കാലം പൊതുവെ ക്ലേശകരമായിരിക്കും. പലപ്പോഴും മനോക്ലേശം ഉണ്ടാകുന്നതായ സാഹചര്യങ്ങളും ഗൃഹത്തിനുണ്ടാകുന്നത് പലവിധത്തിലുള്ള പ്രയാസങ്ങൾക്കും ഇട നൽകും. സ്ഥാനമാറ്റങ്ങളും ഈ ഒരാഴ്ചക്കാലം പറയുന്നുകൊണ്ട് തൊഴിൽ സ്ഥാനത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്രതീക്ഷിതമായിട്ടുള്ള തൊഴിൽ മാറ്റം ഇവരെ വളരെ മാനസികമായിട്ട് ബാധിച്ചേക്കാം. ധനപരമായി നിൽക്കുന്ന നഷ്ടങ്ങളും വരാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരാഴ്ചക്കാലമായിരിക്കും. പ്രധാനമായും ദോഷശാന്തിക്കായിട്ട് ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന, രക്തപുഷ്പാഞ്ജലി, ഗണപതി ഭഗവാന് മുക്കുറ്റി സമർപ്പണം ഇവ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഇവരെ സംബന്ധിച്ച് ഏറ്റവും നല്ലതായിരിക്കും. പുണർദക്കാലും പൂയവും ആയില്യവും ഉൾപ്പെടുന്ന കർക്കിടക കൂറുകാർക്ക് പൊതുവെ ഈ ഒരാഴ്ചക്കാലം ധനനഷ്ടങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അഭിവൃദ്ധിയെ പറയുന്നുണ്ട്. ഭൂമിപരമായിട്ടുള്ള വ്യവഹാരങ്ങൾ ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായ ധനനേട്ടത്തെ പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും പൊതുവെ ഗൃഹ അന്തരീക്ഷത്തിൽ സ്വജനങ്ങളുമായി കലഹങ്ങൾ ഉണ്ടാകേണ്ട യോഗവും സ്വഗൃഹം വിട്ട് മാറേണ്ടതായ യോഗങ്ങളൊക്കെ ഈ ഒരാഴ്ചക്കാലം ഈ നക്ഷത്രക്കാർക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാതിരിക്കാൻ ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരുടെ ദോഷശാന്തിക്കായിട്ടും ഗുണഫലത്തിനും വേണ്ടിയിട്ട് ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദിവസം കടുംപായസവും ഗുരുതി പുഷ്പാഞ്ജലിയും നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. മകം, പൂരം, ഉത്രത്തിക്കാലം ഉൾപ്പെടുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിരിക്കുന്ന സമയമാണ്. അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങളൊക്കെ കൈവന്നു ചേരും. ഏറെ നാളായിട്ട് നിലനിന്നിരുന്ന സാമ്പത്തിക ബാധ്യതകളൊക്കെ തീർക്കാനുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനും അതിനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നതിനുള്ള യോഗം ഈ ഒരാഴ്ചക്കാലം നൽകുന്നുണ്ട്. കുടുംബജീവിതം പൊതുവെ സമാധാന അന്തരീക്ഷമായിരിക്കും. എന്നാലും ഉദരവ്യാധി കൊണ്ട് വരുന്ന ക്ലേശങ്ങളെയും മൂത്രാശയ സംബന്ധമായി വരുന്ന ക്ലേശങ്ങളെയും പ്രത്യേകം ശ്രദ്ധിക്കുക. ആശുപത്രിവാസത്തിനോ ശസ്ത്രക്രിയാ യോഗങ്ങൾക്കോ ഒരു യോഗം നൽകുന്നതിനാൽ തന്നെ രോഗാദി ക്ലേശങ്ങളെ പ്രത്യേകം ഈ നക്ഷത്രക്കാർ ശ്രദ്ധിച്ചോണം. അതുപോലെ തന്നെ തൊഴിൽ സ്ഥാനത്ത് മേലധികാരികളുമായി അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാനും ഈ നക്ഷത്രക്കാർ ശ്രദ്ധിച്ചേക്കണം. ഇവരുടെ ദോഷശാന്തിക്കായിട്ട് ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദിവസം കടുംപായസം നടത്തി പ്രാർത്ഥിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ജലധാര നടത്തുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. ഉത്രത്തിൽ മുക്കാലും അത്തവും ചിത്തിരത്തരയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ക്ലേശകരമായിരിക്കുന്ന ഒരാഴ്ചക്കാലമായിരിക്കും. അപ്രതീക്ഷിതമായ ധനനഷ്ടത്തെ പ്രതീക്ഷിച്ചു കൊള്ളണം. പുതിയ പങ്കുകച്ചവടങ്ങളും ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആർക്കും ഇടനില നിന്ന് ധനം വാങ്ങിക്കൊടുക്കാനോ ഇടനില നിൽക്കാനോ പാടില്ലാത്തതായ ഒരാഴ്ചക്കാലമാണ്. സാമ്പത്തികപരമായിട്ടുള്ള ചെയ്യുന്ന എല്ലാ തീരുമാനങ്ങളും വളരെ ഗൗരവമായിട്ട് ആലോചിച്ചതിന് ശേഷം മാത്രം തീരുമാനിക്കുക. പെട്ടെന്ന് എടുത്തു ചാടി പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവവിശേഷം ഇവർക്കുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. ഭക്ഷണ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഇവരുടെ ദോഷശാന്തിക്കായിട്ട് സുബ്രഹ്മണ്യ ഭഗവാനെ അഭിഷേകങ്ങൾ നടത്തുന്നതും സുബ്രഹ്മണ്യ ഭഗവാനെ പഞ്ചാമൃത അഭിഷേകം നടത്തുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. ചിത്തിരത്തരയും ചോതിയും വിശാഖത്തിൽ മുക്കാലും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് പൊതുവെ ഗുണപരമായിരിക്കുന്ന സമയമാണ്. രോഗാദി ക്ലേശങ്ങളൊക്കെ നീങ്ങി മനോസൗഖ്യം വരുന്നതിനും
തൊഴിൽ സ്ഥാനത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള സ്ഥാനക്കയറ്റത്തിനും അംഗീകാരത്തിനുമൊക്കെ ഇട നൽകുന്നതാണ്. ഗൃഹാന്തരീക്ഷം പൊതുവെ സമാധാനപൂർണ്ണമായിരിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഗുണപരമായിരിക്കുന്ന ഒരാഴ്ചക്കാലമായിരിക്കും. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഗുണഫലത്തിന് യോഗം നൽകുന്നുണ്ട്. വിശാഖത്തുകാലും അനിഴവും തൃക്കേട്ടയും ഉൾപ്പെടുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരാഴ്ചക്കാലം പൊതുവെ ക്ലേശകരമായിരിക്കും. അപ്രതീക്ഷിതമായ ധനനഷ്ടം ഇവരുടെ മനസ്സിനെ ഏറെ ബാധിച്ചെന്നിരിക്കാം. തൊഴിൽ സ്ഥാനത്തും പലവിധത്തിലുള്ള ക്ലേശങ്ങളും വന്നു ചേരാം. പലപ്പോഴും സുഹൃത്ത് ബന്ധങ്ങൾ നമ്മളെ മുതലെടുക്കാനുള്ള സാഹചര്യം വരാം. സുഹൃത്ത് ബന്ധങ്ങൾ വഴി ഗൃഹാന്തരീക്ഷത്തിലുള്ളവരുമായിട്ട് അല്ലെങ്കിൽ സ്വജനങ്ങളുമായിട്ട് കലഹിക്കേണ്ടതോ അല്ലെങ്കിൽ സ്വജനങ്ങളുമായിട്ട് അഭിപ്രായങ്ങൾ വ്യത്യാസങ്ങൾ വരുന്നതിനോ യോഗം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സുഹൃത്ത് ബന്ധം തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക. മൂലം, പൂരാടം, ഉത്രാടത്തിക്കാൽ ഉൾപ്പെടുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഇരുചക്ര വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർ ഈ ഒരാഴ്ചക്കാലം പ്രത്യേകം ശ്രദ്ധിക്കണം. തനുക്ഷതി, ശരീരത്തിൽ ക്ഷതം വരേണ്ടതായ ഒരു യോഗം ഇവർക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായ കാര്യങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക. അഗ്നി, ആയുധം ഇവയിൽ നിന്നുള്ള ഭയത്തെ ഈ നക്ഷത്രക്കാർ ഈ ഒരാഴ്ചക്കാലം പ്രത്യേകം ശ്രദ്ധിക്കണം. അഗ്നി, ആയുധം, വൈദ്യുതി എന്നിവയിൽ നിന്നുള്ള പരിക്കുകളൊക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ വക വസ്തുക്കളൊക്കെ കൈകാര്യം ചെയ്യുന്നവർ അതുവഴി തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിരിക്കും. വിവാഹാദി കാര്യങ്ങൾക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ട വിവാഹസിദ്ധി കൈവരുന്നതിനുള്ള ഒരു യോഗം ഈ ഒരാഴ്ചക്കാലം ഇവർക്ക് നൽകുന്നുണ്ട്. ഇവരുടെ ദോഷങ്ങൾ മാറി ഗുണഫലത്തിന് വേണ്ടി ശിവക്ഷേത്രത്തിൽ ശനിയാഴ്ച ദിവസം മൃത്യുഞ്ജയ മന്ത്രം കൊണ്ട് അർച്ചന നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ഉത്രാടത്തി മുക്കാലും തിരുവോണവും അവിട്ടത്തരയും ഉൾപ്പെടുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണദോഷ മിശ്രിതമായിരിക്കുന്ന ഒരു ഫലമായിരിക്കും. 6ാം ഭാവത്ത് നിൽക്കുന്ന വ്യാഴത്തിൻ്റെ സ്ഥിതി രോഗാദി ക്ലേശങ്ങൾ ഉണ്ടാക്കി തരാനുള്ള സാധ്യത നൽകുന്നതിനാൽ രോഗാദി കാര്യങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ വാക്കുകൾക്ക് മറ്റുള്ളവരുടെ മനസ്സിനെ ക്ലേശം ഉണ്ടാക്കാത്ത രീതിയിൽ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും ഈ ഒരാഴ്ചക്കാലം ഇവരുടെ ദോഷങ്ങൾ മാറ്റാനായിട്ട് ഉപകരിക്കുന്നതാണ്. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് വരുന്ന ധനനഷ്ടങ്ങൾ ഗൃഹ അന്തരീക്ഷത്തിൽ കലഹങ്ങൾക്ക് ഇട നൽകുന്നതിനാൽ ആ വക കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക. സന്താനങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാനും ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവരുടെ ദോഷശാന്തിക്കായിട്ട് സുബ്രഹ്മണ്യ ഭഗവാന് കുമാരസൂക്തം കൊണ്ട് അർച്ചന നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. അവിട്ടത്തര, ചതയവും പൂരുരുട്ടാതി മുക്കാലും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിരിക്കുന്ന ദിവസമാണ്. മനസ്സിന് സന്തോഷങ്ങൾ നൽകേണ്ടതായ സാഹചര്യങ്ങൾ ഗൃഹാന്തരീക്ഷത്തിൽ സംജാതമാകും. മറ്റുള്ളവരുടെ അംഗീകാരങ്ങൾ ലഭിക്കുന്നതും മനസ്സിന് ഏറെ സന്തോഷം നൽകുന്ന ദിവസങ്ങളായിരിക്കും വരാൻ പോകുന്നത്. സാമ്പത്തിക കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് ആലോചിച്ച് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക പുരോഗതി നൽകാനായിട്ട് ഇട നൽകുന്നതാണ്. പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ഉചിതമായിരിക്കുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കൊക്കെ തടസ്സങ്ങൾ മാറി ഉത്തമമായ തൊഴിൽ സിദ്ധിക്കും യോഗം നൽകുന്നുണ്ട്. ഇവരുടെ ദോഷശാന്തിക്കായിട്ട് ശനിയാഴ്ച ദിവസം അയ്യപ്പസ്വാമിക്ക് എള്ളുകിരി നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. പൂരുരുട്ടാതിക്കാലും ഉത്രട്ടാതിയും രേവതിയും ഉൾപ്പെടുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഇവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി സ്വമേധയാ പരിശ്രമിക്കേണ്ടതായിട്ടുള്ള ഒരാഴ്ചക്കാലമാണ്. മറ്റുള്ളവരുമായിട്ട് പെട്ടെന്ന് വരുന്ന കലഹങ്ങളും ക്ലേശങ്ങളും ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളെ വളച്ചൊടിക്കുന്ന വഴി നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ ഒരാഴ്ചക്കാലത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാക്കുകളൊക്കെ മറ്റുള്ളവരുടെ മനസ്സിന് ക്ലേശം ഉണ്ടാവാതിരിക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. കുടുംബ അന്തരീക്ഷത്തിൽ കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാനും ധനത്തിൻ്റെ പേരിലോ സ്വത്തിൻ്റെ പേരിലോ സഹോദരങ്ങളുമായിട്ട് കലഹം ഉണ്ടാവാതിരിക്കാനും ഇവർ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക. ഈ നക്ഷത്രക്കാരുടെ ദോഷശാന്തിക്കായിട്ട് സമീപത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭദ്രകാളി കവചമന്ത്രം കൊണ്ട് അർച്ചന നടത്തുന്നതും കുങ്കുമാർച്ചന നടത്തുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുള്ള 27 നക്ഷത്രക്കാരും ഈ ഒരാഴ്ചക്കാലം പറഞ്ഞിരിക്കുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതത്തിൽ വിജയം കൈവരിക്കുക. എല്ലാവർക്കും ശുഭദിനത്തെ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.